JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴം കർക്കിടകൻ രാശിയായ ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയെ പ്രാപിച്ച് മിഥുനൻ രാശിയിലേക്ക് ഡിസംബർ 5-ാം തീയതി മാറും. അങ്ങനെ മാറുന്ന വക്രഗതിയിലെ മിഥുനത്തിലെ സഞ്ചാരം മാർച്ച് 2026 മാർച്ച് 12-ാം തീയതി വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജൂൺ 1 വരെ സാധാരണഗതിയിലായിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പൊ വക്രഗതിയിൽ മാർച്ച് 12 വരെ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മോശമായ വ്യാഴത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ്. പ്രധാനമായി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമായാലും വക്രഗതിയെ പ്രാപിക്കുമ്പോൾ അതിന്റെ ഫലം ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന ഫലം ലഭിക്കും എന്നാണ് സൂചന പറയുന്നത്. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്രയും വലിയ ഫലമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും സ്വക്ഷേത്രത്തിലെ ഫലം ലഭിക്കും എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ എന്തായാലും ഏത് ഗ്രഹമായാലും വക്രഗതിയെ പ്രാപിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പവർ ലഭിക്കും. ആ പവറിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വ്യാഴം അനുകൂലമായി ജാതകത്തിലുള്ളവരും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദശാകാലമോ അപഹാരകാലമോ ഇപ്പോൾ നിലവിലുള്ളവരുമായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ നല്ല ഫലം മാർച്ച് 12-ാം തീയതി വരെ ഈ വ്യാഴത്തിന്റെ മിഥുനൻ രാശിയിലേക്കുള്ള വക്രഗതി കൊണ്ട് ലഭിക്കും. അതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉച്ചരാശി ആണെങ്കിലും ഡിസംബർ 5 വരെ കർക്കിടകത്തിൽ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. അത് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഈ ഡിസംബർ 5-ാം തീയതി മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിലേക്ക് പോകുമ്പോൾ മാർച്ച് പകുതി വരെയുള്ള സമയം അല്ലെങ്കിൽ മാർച്ച് ഒരു 10-12 വരെയുള്ള ആ തീയതിയിൽ വളരെയേറെ മെച്ചമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 11-ാം ഭാവാധിപനാണ്. ആ 11-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ നിന്ന് 2-ാം ഭാവത്തിലേക്കാണ് ഇപ്പൊ വക്രഗതിയെ പ്രാപിക്കുന്നത്. ഈ 11-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ 11-ാം ഭാവം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ലാഭസ്ഥാനം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ലാഭസ്ഥാനം, ആഗമന സ്ഥാനം. അപ്പൊ ലാഭം ഉണ്ടാകാം, സമ്പാദ്യം അതാണല്ലോ ആഗമനം, വരവ്, പല വിധത്തിലും സാമ്പത്തികമായ വരവുണ്ടാകാം. ജ്യേഷ്ഠ സഹോദരന്മാരെയും ഇടത്തെ ചെവിയെയും ഇഷ്ടസാധ്യങ്ങളെയും അതുപോലെ തന്നെ മുതിർന്ന മക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഈ 11-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് ചിന്തിക്കുന്നു. ഇവിടെ 11-ാം ഭാവത്തിന്റെ കാരകൻ കൂടിയാണ് വ്യാഴം. അങ്ങനെയുള്ള വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് മിഥുനൻ രാശിയിൽ വരുന്നത്. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ ധനം, വിദ്യ, കുടുംബം, വാക്ക്, സമ്പത്ത്, ഭോജനം, വലത്തെ കണ്ണ്, പൂർവ്വസ്വത്ത്, യാത്ര, ഇങ്ങനെ പല കാര്യങ്ങളെയും 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അതിന്റെ കാരകനും വ്യാഴമാണ്. അപ്പൊ 11-ാം ഭാവത്തിന്റെയും 2-ാം ഭാവത്തിന്റെയും കാരകനായ ഗ്രഹം വക്രഗതിയെ പ്രാപിച്ച് 2-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ മെച്ചം അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പൊ ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങള്, രോഹിണി, മകയിരത്തിന്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരും അതുപോലെ തന്നെ ഇടവലഗ്നക്കാർക്കും ഇത് ബാധകപ്പെടും. ഇപ്പോ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നത്തിനാണോ ചന്ദ്രനാണോ ബലം കൂടുതൽ എന്ന് നോക്കി ഫലം കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വെളുത്തവാവ് ദിവസമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസമോ ഒക്കെ ജനിക്കുന്നവരെ സംബന്ധിച്ച് ചന്ദ്രൻ ബലവാനായിരിക്കും. പ്രത്യേകിച്ച് രാത്രിയിൽ ജനിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ 2-ാം ഭാവത്തിൽ, അതായത് കൂറിന്റെ 2-ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടാക്കും. ധനപരമായ നേട്ടം, കുടുംബപരമായ നേട്ടം, വിദ്യാഭ്യാസത്തിൽ പുരോഗതി, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ സാധിക്കാനുള്ള ഒരു അവസരം. 11-ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട്
ആഗമന സ്ഥാനവും ലാഭസ്ഥാനവുമാണ്. പലതും വന്നു ചേരാവുന്നതും ലഭിക്കാവുന്നതുമായ ഒരു സമയം എന്ന് വേണമെങ്കിൽ അവരെ സംബന്ധിച്ച് പറയാൻ പറ്റും. ഇനി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഈ വക്രഗതി അല്ലാതെ ഉച്ചത്തിൽ വ്യാഴം കർക്കിടകത്തിൽ നിന്നപ്പോ 12ാം ഭാവത്തിലായിരുന്നു. ഈ 12ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ മെച്ചമൊന്നും പറയാനില്ലാത്ത നഷ്ടസ്ഥാനത്ത് വ്യാഴമാണ്. എന്നാൽ അവർക്ക് ഈ ഡിസംബർ 5-ാം തീയതിയോടുകൂടി വക്രഗതിയെ പ്രാപിച്ച് മാർച്ച് 12 വരെ മിഥുനൻ രാശിയിലേക്ക്, മാർച്ച് 12 കഴിഞ്ഞാലും ജൂൺ 1 വരെ മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കും. എന്നാൽ ഈ മാർച്ച് 12 വരെയാണ് വ്യാഴത്തിന് വക്രഗതി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വ്യാഴം 11ാം ഭാവത്തിലാണ് മിഥുനത്തിൽ വരുന്നത് ചിങ്ങൻ രാശിക്കൂറുകാർക്ക്. അതായത് മകം പൂരം ഉത്തരത്തിന്റെ 1ാം പാദം നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ ചിങ്ങലഗ്നക്കാർക്കും. അപ്പൊ 11ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് ആഗമന സ്ഥാനമാണ്, ലാഭസ്ഥാനമാണ്. ജ്യേഷ്ഠ സഹോദരന്മാർക്കും അതുപോലെ തന്നെ പലവിധ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഭാവം കൂടിയായതുകൊണ്ട് പൊതുവെ സമ്പാദ്യം, ധനം ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരാം. 11ാം ഭാവം ആഗമന സ്ഥാനമായതുകൊണ്ട് പല ജീവിത മാറ്റങ്ങൾക്കും ഉതകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നു കയറാവുന്ന കാര്യം കൂടിയാണ്. ഇതെല്ലാവർക്കും ബാധകമാകുമോ എന്ന് ചോദിച്ചാൽ വ്യാഴത്തിന്റെ സമയത്ത് വ്യാഴം അനുകൂലമായി ജാതകത്തിലുള്ളവർക്കും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദശാപഹാരങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത്. കാരണം വ്യാഴം അതിചാരത്തിലാണെങ്കിലും വക്രഗതിയെ പ്രാപിക്കുമ്പോൾ അതിൻ്റെതായ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ആ മെച്ചമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ 11ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ലാഭത്തെ പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് 5ാം ഭാവാധിപനാണ്. 5ാം ഭാവാധിപനായ വ്യാഴമാണ് 11ൽ വരുന്നത്. 5ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് പ്രധാനമായും ഒരു പങ്കുണ്ട്. അതുപോലെ ബുദ്ധി, മനസ്സ്, രാജാംഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധം, ഉദ്യോഗം, അടുത്ത ജന്മത്തെ സംബന്ധിച്ച് അല്ലെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ശരിയായില്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത പ്ലാൻ എന്താണ്, പദ്ധതി എന്താണ്, ഇതെല്ലാം പുണ്യസ്ഥാനം കൂടിയാണ്. കാര്യവിചാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ഈ 5ാം ഭാവം. അപ്പൊ അങ്ങനെ 5ാം ഭാവാധിപനായ വ്യാഴം 11ാം ഭാവത്തിൽ വക്രഗതി വരിക എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് വളരെയേറെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഇതുവരെ വലിയ ഗുണമൊന്നും ഉണ്ടാകാതിരുന്നവർക്ക്, പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ദശാവഹാരങ്ങളൊക്കെ ആണ് എങ്കിൽ, ഇപ്പൊ ദശാകാലം വന്നില്ലെങ്കിലും വ്യാഴം അനുകൂലമായി ജാതകത്തിലുള്ളവർക്ക് വ്യാഴത്തിന്റെ അപഹാരം വന്നാലും അതിൻ്റെതായ മെച്ചം ഈ മാർച്ച് 12 വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഈ 5ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, മക്കളെ, അവരുടെ ജോലി, വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സന്താനങ്ങളെ സംബന്ധിച്ചുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഇല്ലാതായി അവർക്കൊരു മെച്ചം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ തുലാം രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പൊ ഈ 9ാം ഭാവം എന്ന് പറയുന്നത് തന്നെ ഭാഗ്യസ്ഥാനമാണ്. അവർക്ക് 10ൽ ഉച്ചരാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഡിസംബർ 5-ാം തീയതി വക്രഗതിയോടുകൂടി മാർച്ച് 12 വരെ മിഥുനൻ രാശിയിലേക്ക് മാറുന്നത്. മാർച്ച് 12 കഴിഞ്ഞാലും ജൂൺ മാസം 1-ാം തീയതി വരെ മിഥുനൻ രാശി തന്നെ കാണും. എന്നാൽ വക്രഗതി മാർച്ച് 12 വരെ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 9ാം ഭാവത്തിൽ വ്യാഴം വരിക, 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണെന്ന് സാധാരണ എല്ലാവർക്കും ഈ പല വീഡിയോയും കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ 9ാം ഭാവത്തെ കുറിച്ച് അച്ഛനെ സംബന്ധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യം, പുത്രനെ സംബന്ധിക്കുന്ന പറഞ്ഞാൽ 9ാം ഭാവം പിതൃസ്ഥാനവും സന്താന ഭാവം കൂടിയാണ്. കൊച്ചുമക്കളുടെ കാര്യം, ഇതെല്ലാം അച്ഛന്റെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭാഗ്യം ഉണ്ടാകുന്ന സമയം. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുക, പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ വരിക. അതുപോലെ പിതൃക്കൾക്ക്
ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അവരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി. വംശത്തിനും കുലത്തിനുമൊക്കെ തന്നെ ഒരു നല്ല ഗതിയെ ലഭിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ഈ 9ാം ഭാവം. 9ാം ഭാവം ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ ഭാഗ്യം ഏത് വഴിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ 9ാം ഭാവാധിപൻ നിങ്ങൾക്ക് വളരെ മെച്ചമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് മിഥുനൻ രാശിയുടെ ബുധൻ. അപ്പൊ 9ാം ഭാവാധിപൻ മെച്ചമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉദ്യോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, അതുപോലെ സൗഹൃദം, ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ, ഇതിലൊക്കെ ഭാഗ്യമുണ്ടാകാം. വ്യാഴമാണ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് എങ്കിൽ സാമ്പത്തികമായ ഉന്നമനം, അതുപോലെ തന്നെ ദൈവവിചാരം, ഈശ്വരാധീനം, അപ്രതീക്ഷിതമായി തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും സാധിക്കാനുള്ള അവസരങ്ങള്, ഇതെല്ലാം തന്നെ ഈ 9ാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് സാധിക്കും. ഈ മറ്റൊരു രാശി ഏതാണെന്ന് ചോദിച്ചാൽ ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1ാം പാദം. ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലെ വ്യാഴം, ഉച്ചരാശിയില. അപ്പൊ അഷ്ടമത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയാം, ആയുസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ വ്യാഴം അത്ര അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ ഡിസംബർ 5-ാം തീയതി വക്രഗതിയെ പ്രാപിച്ച് മിഥുന രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് 7ാം ഭാവത്തിലേക്കാണ്. ജന്മരാശ്യാധിപനാ ധനുരാശിക്കാർക്ക് വ്യാഴം. അപ്പൊ ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ 7ാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെയേറെ മെച്ചമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വ്യാഴം അത്ര അനുകൂലമല്ലാത്തവർക്ക് ഈ ഡിസംബർ 5-ന് മുമ്പെന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായ പല വിഷമതകളും വരാം, തലയിറക്കം വരാം, അതുപോലെ പ്രഷർ കുറയാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ പ്രഷർ കൂടാം, ടെൻഷൻ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉള്ള, കാരണം ചന്ദ്രന്റെ രാശിയാണ്. അപ്പൊ പലവിധ ടെൻഷന്, ചിന്താഗതികള്, വിഷമതകള്, പ്രയാസങ്ങള്, ഇതൊക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മാർഗസ്ഥാനത്തേക്ക്, 7ാം ഭാവം എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനം കൂടിയാണ്, അവിടേക്കാണ് വ്യാഴം വരുന്നത്. അതും ലഗ്നാധിപൻ അല്ലെങ്കിൽ ജന്മരാശ്യാധിപനായ വ്യാഴം. അങ്ങനെ വരുമ്പോൾ 7ാം ഭാവം കൊണ്ട് വിവാഹം, ദാമ്പത്യം, കാമവികാരം, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആഗ്രഹങ്ങളുടെ കാര്യവും 7ാം ഭാവം കൊണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റും. അതുപോലെ കൊടുക്കൽ വാങ്ങൽ, ക്രയവിക്രയം, കാര്യസാധ്യം, അതാണ് ഈ ആഗ്രഹം മാത്രം പോരാല്ലോ, ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു അവസരം കൂടി പറഞ്ഞു. അതാണ് മാർഗം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് 7ാം ഭാവത്തിലെ വ്യാഴം. അപ്പൊ വ്യാഴം അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഈശ്വരാധീനം ഉണ്ടാവുകയും മനോധൈര്യം ലഭിക്കുകയും സഞ്ചാരം കൊണ്ട്, യാത്ര കൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ലഭിക്കുകയും ഏത് രീതിയിൽ പോയാലും ആ മാർഗമൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരികയും ധനാഗമനമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യം. 7ാം ഭാവത്തിന്റെ കാരകൻ എന്ന് പറയുന്നത് ശുക്രൻ. അപ്പൊ 7ാം ഭാവം സുഖത്തെയും ഭൗതിക സുഖ സൗകര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ദാമ്പത്യ ജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, ഇതെല്ലാം അതിനകത്ത് വരും. അപ്പൊ 7ലേക്ക് വ്യാഴം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നല്ല സമയമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടത്തിന്റെ 3-4 പാദം, ചതയം, പൂരിട്ടാദിയുടെ 1-2-3 പാദങ്ങളിൽ ജനിച്ചവർ, അതാണല്ലോ കുംഭക്കൂർ. കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും 6ാം ഭാവത്തിൽ കർക്കിടകത്തിൽ ഉച്ചരാശിയായ വ്യാഴത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഡിസംബർ 5-ാം തീയതി മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയെ പ്രാപിക്കുന്നത്. ഈ വക്രഗതി വരുന്നത് മാർച്ച് 12-ാം തീയതി വരെ ആണെങ്കിൽ ജൂൺ 1-ാം തീയതി വരെ മിഥുനത്തിൽ തന്നെ നിൽക്കും. അപ്പൊ മാർച്ച് 12 വരെ വക്രഗതിയിലുള്ള വ്യാഴം അവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ്. ഈ 5-ാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമാണ് വ്യാഴം. 2-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരും, കുടുംബപരമായ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, അതുപോലെ
വിദ്യ, വാക്ക്, കുടുംബം, ധനം, ഭോജനം, പൂർവ്വസ്വത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ടാം ഭാവം കൊണ്ടുവരും. അപ്പൊ രണ്ടാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. മക്കളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമതയോ പ്രയാസമോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല സമയമായി മാറുന്നു എന്നതാണ്. കാരണം സന്താനം, ബുദ്ധി, മനസ്സ്, ഉദ്യോഗം, അടുത്ത ജന്മം, പുണ്യപ്രവർത്തികൾ, ഇതെല്ലാം അഞ്ചാം ഭാവം കൊണ്ടുവരും. അഞ്ചാം ഭാവം മനസ്സുകൂടിയാണ്. അപ്പൊ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈശ്വരാധീനം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ദൈവവിചാരത്തിൽ വരുന്ന കാര്യങ്ങൾ, അത് രണ്ടാം ഭാവാധിപത്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായ മെച്ചം, അതുപോലെ തന്നെ എല്ലാവരോടും വളരെ സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റുന്ന, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് വ്യാഴം മാറുന്നത്. അതുപോലെ 11ാം ഭാവാധിപൻ കൂടിയാണ്. അപ്പൊ 11ാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോഴും സമ്പാദ്യം, ആഗമനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പലതും വന്നു ചേരുന്നു എന്നുള്ള. അതുപോലെ ഈ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബമാണ്. അപ്പൊ കുടുംബത്തിലേക്ക് വരാനും കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും സംസാരിക്കാനും സഹകരിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐക്യവും എല്ലാവരുമായിട്ടുമൊക്കെ ഒത്തുചേർന്ന് പോകാനും സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകാനും കാര്യങ്ങളൊക്കെ നേരെ ചുവ പോകാനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാനുമുള്ള വളരെ നല്ല ഒരവസ്ഥയിലേക്കാണ് ഈ കുംഭൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലെ വ്യാഴം വരുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം വക്രഗതിയെ പ്രാപിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വക്ഷേത്രത്തിന്റെ ഫലമെങ്കിലും ലഭിക്കണം. വ്യാഴം ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വളരെയേറെ നല്ല കാലമായിട്ട് തന്നെ നമുക്ക് കരുതണം. അങ്ങനെ വരുമ്പോൾ ഇടവൻ രാശിക്കാരും, ചിങ്ങൻ രാശിക്കാരും, തുലാൻ രാശിക്കാരും, ധനു രാശിക്കാരും, കുംഭൻ രാശിക്കാരും, ഈ 5 രാശിക്കാർക്ക് വളരെയേറെ മെച്ചമുണ്ടാകുന്ന ഒരവസരം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള രാശിക്കാർക്ക് ദോഷമാണോ എന്ന് ചോദിച്ചാൽ വക്രഗതിയിലാണ്. മാർച്ച് 12 വരെ അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും വ്യാഴം അനുകൂലമായി ഗോചരത്തിൽ വരുന്ന രാശിക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.